മനസ്സിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ധർമ്മങ്ങളെ 10 കാറ്റഗറി ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ബോധം ഉണർന്നിരിക്കുക എന്നുള്ളതാണ്. ഈ ക്ലാസ്സൊക്കെ വെച്ചിട്ട് നീണ്ടു വായിച്ചിപ്പം ഉറക്കത്തിലേക്കൊക്കെ പോകും. അപ്പം ആ ഉണർന്നിരിക്കുക എന്നുള്ള ആ ഒരു പോയിന്റ് പോലെ പിന്നെ നമ്മുടെ മെമ്മറി, നമ്മുടെ തിങ്കിങ്, അങ്ങനെ ഓരോ ഇൻ്റലിജൻസ്, ഇങ്ങനെ ഓരോരോ പടികൾ കയറി 10ാമത്തെ ഏറ്റവും അവസാനത്തെ പടിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. ആ ഉൾക്കാഴ്ച എന്ന് പറയുമ്പോഴാണ്, നല്ല ഉൾക്കാഴ്ച ഉള്ളതാണ് ഏറ്റവും മികച്ച മാനസികാരോഗ്യം എന്നാണ് പറയുന്നത്. അല്ലാതെ ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് ഉള്ള ആളോ ഏറ്റവും കൂടുതൽ മെമ്മറി ഉള്ള ആളോ ഒന്നുമല്ല, അല്ലെ ഏറ്റവും നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആളോ ഒന്നുമല്ല. ദ ബെസ്റ്റ് പാരാമീറ്റർ ഓഫ് മെൻ്റൽ ഹെൽത്ത് ഈസ് ഗുഡ് ഇൻസൈറ്റ്. അവനവനെ പറ്റി തന്നെ നല്ല ബോധ്യം, കൃത്യമായിട്ട് നമ്മുടെ പോരായ്മകളെ പറ്റിയും നമ്മുടെ കഴിവുകളെ പറ്റിയൊക്കെ നല്ല കൃത്യമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുക എന്നുള്ളതാണ് മാനസികാരോഗ്യത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായ ഒരു മാനദണ്ഡം, അല്ലെ അതിൻ്റെ ഒരു ഡിറ്റർമിനൻറ്റ്, അല്ലെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻസൈറ്റാണ്. ആ ഇൻസൈറ്റ് എന്ന് പറയുന്നത് വേറൊരാളുടെ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, അവനവൻ്റെ തന്നെ പോരായ്മകളും കഴിവുകളും മികവുകളും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ, അത് ഉള്ളൊരു സമയമാണ് ഈ നാഴികക്കല്ലുകൾ പലപ്പോഴും വരുമ്പോൾ. അത് ആനുവലി വരുന്ന വലിയ നോയമ്പാണെങ്കിലും ഇപ്പം അതിലേക്കുള്ള ഒരു റണ്ണപ്പാണ്. ഈ പ്ലാറ്റിനം ജൂബിലി എന്ന് പറയുന്നത് ചില മൈൽ സ്റ്റോൺസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ മാനസികാരോഗ്യത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ദേവാലയത്തിനോ നമ്മുടെ വന്ന ഭൗതിക പുരോഗതികളൊക്കെ വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു ഉൾക്കാഴ്ചയോടുകൂടിയുള്ള ഒരു സ്വയം വിലയിരുത്തൽ, അതിനുള്ള ഒരു വലിയ ആത്മീയ അവസരം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞിട്ട് അത് ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. 2-3 കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മാനസിക ആരോഗ്യവുമായിട്ട് ഈ ജീർണതകൾക്കുള്ള ഒരു പരിഹാരം എന്താണെന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിലൊരു 2-3 കാര്യങ്ങളായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞ് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. അതിൽ ഏറ്റവും ഒരു അടിസ്ഥാനമായ ഒരു കാര്യം ഒരു കണക്റ്റഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടും പ്രകൃതിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പരസ്പരമായി കണക്റ്റഡാണ്, ബന്ധിക്കപ്പെട്ടായിരിക്കുന്നത്. ദേവാലയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലുക്ക് അറ്റ് എനിത്തിങ്, എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ഈ ആധുനിക കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ അപജയം എന്ന് പറയുന്നത് ആ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് പല രീതിയിലും ഡിസ്കണക്റ്റഡ് ആയിട്ട് നമ്മളിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ സൃഷ്ടിച്ചാൽ നമ്മൾ ഭാഗമായിട്ടിരിക്കുന്ന പ്രകൃതിയിൽ നിന്നും നമ്മൾ വേണ്ട രീതിയിൽ ബന്ധപ്പെടേണ്ട മനുഷ്യരിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും ഒക്കെ ഉള്ള ഒരു ഡിസ്കണക്ഷൻ നമ്മിൽ നിന്ന് തന്നെ ഒരു 4 തരത്തിലുള്ള ഒരു കണക്ഷൻ നാച്ചുറലായിട്ട് വേണ്ടതിൻ്റെ ഒരു ഡിസ്കണക്ഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഈ ജീർണതകളെല്ലാം. അതിന് നമ്മൾ ടെക്നോളജിയെ കുറ്റം പറയും, ഒരുപാട് കാര്യങ്ങളെ കുറ്റം പറയും. ടെക്നോളജി ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പം ഞാൻ ഈ പള്ളി നിൽക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് മൊബൈൽ ആ ഒരു സന്ദർഭത്തിലേക്ക് മാത്രമേ ഒന്ന് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാര്യം അത്രമാത്രം എനിക്കത് ആവശ്യമാണ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും ഒക്കെ. അപ്പം അതിനകത്ത് നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. പക്ഷേ ആ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയ്ക്ക് ഹൗ വി ക്യാൻ റീകണക്ട് ടു അവർ വെൽബീയിങ്, നമ്മുടെ സ്വാസ്ഥ്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ആ ഒരു 4 കണക്ഷൻസിനെ വീണ്ടും അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ ജീർണതകൾക്കൊക്കെ ഒരു പരിഹാരമാകും എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ആദ്യത്തെ കണക്ഷൻ വേണ്ടത്, ആദ്യത്തെ ഡിസ്കണക്ഷൻ സംഭവിച്ചിരിക്കുന്ന പ്രകൃതിയിൽ നിന്നാണ്. നമ്മൾ ഒരു ഫ്ലാഷ് ബാക്കിൽ ഒരു 10-45 വയസ്സിന് മുകളിലൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഹൗ വി ആർ കണക്റ്റഡ് ടു അവർ നേച്ചർ. എന്ന് വെച്ചാൽ മണ്ണിനോടും പുഴകളോടും ചെടികളോടും വളർത്തുമൃഗങ്ങളോടും എല്ലാം കണക്റ്റഡായിട്ടാണ് മനുഷ്യൻ്റെ ജീവൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് 20 ലക്ഷം വർഷം നമ്മൾ ബൈബിളിലെ കാലഗണനയൊക്കെ വെച്ച് ആശയക്കുഴപ്പത്തിലേക്ക് ആരും പോകണ്ട. മനുഷ്യൻ്റെ ഒരു ലോങ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 20 ലക്ഷം വർഷം പഴക്കം ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ.
അപ്പം അതിൻ്റെ ആ ഒരു നമ്മൾ വളരെ നേച്ചർ കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഇൻവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ആ ഒരു നേച്ചർ കണക്ഷൻ ഹാസ് ബീൻ ലോസ്റ്റ്. അപ്പം അതൊരു വലിയ നമ്മുടെ ആരോഗ്യപരമായും ശാരീരിക ആരോഗ്യത്തിൻ്റെയും മാനസിക ആരോഗ്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ജീർണതകൾ വന്നിരിക്കുന്നത് ഈ ഡിസ്കണക്ഷൻ സംഭവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതുണ്ട്. പക്ഷേ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ ഉറങ്ങാനും ഉണരാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. അറിയാമല്ലോ എപ്പോഴാണ് നമ്മൾ ഉറങ്ങേണ്ടത്? പ്രകൃതിയുടെ നിയമം അനുസരിച്ച് തീർച്ചയായിട്ടും സൂര്യാസ്തമനം കഴിഞ്ഞിട്ട് ഒരു 2.5-3 മണിക്കൂർ കഴിയുമ്പോൾ ഉറങ്ങണമെന്നുള്ളത്. എന്നുവെച്ചാൽ എത്ര മണിക്ക് ഉറങ്ങണം? തിരുവല്ലായിൽ സൂര്യൻ അസ്തമിക്കുന്ന 6:30 ആണെങ്കിൽ 2.5 മണിക്കൂർ കൂട്ടിക്കും. എപ്പോഴാണ് 2-2.5 മണിക്കൂർ എന്ന് പറഞ്ഞു? 8-9 മണിയാകുമ്പോൾ ഉറങ്ങണം. പക്ഷെ പലരുടെയും ജീവിതം തുടങ്ങുന്ന അന്നായിരുന്നു അല്ലേ? അപ്പം 9-9:30 നമസ്കാരമോ സ്വത്താറയോ ഒക്കെ ചൊല്ലി അതിനു മുമ്പേ ഭക്ഷണമൊക്കെ കഴിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1970s വരെ. അതിനുശേഷം അതങ്ങ് നീണ്ടു വന്ന് ഇപ്പം നമ്മൾ എപ്പോഴാണ് ഉറങ്ങാൻ തുടങ്ങുന്നോ എപ്പോഴാണ് ഉണരുന്നോ ഒന്നിനും നിശ്ചയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഒരു 7 to 8 hours കണ്ടിന്യൂസ് സ്ലീപ്പ് രാത്രി വേണമെന്നാണ്. എപ്പോഴാണ് നമ്മൾ ആ കണ്ടിന്യൂസ് സ്ലീപ്പ് 7-8 മണിക്കൂർ കിട്ടുന്നുണ്ടോ? രാവിലെ ഒരു 5:30-6 ആകുമ്പോൾ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നത്. പല വീടുകളിൽ ഇപ്പം രാവിലെ ഒന്നും പോകാൻ പോലും ഒരു ഫോൺ വിളിക്കാൻ മിക്കവാറും 8 മണിയായാൽ പോലും, അൺലെസ് ആരെങ്കിലും ജോലിക്ക് പോവോ അല്ലെങ്കിൽ വീടുകളിൽ ഉണരുന്ന സമയമൊക്കെ വളരെ വൈകി ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങുക. സോ വി ആർ ഡിസ്റപ്റ്റിംഗ് ദി സ്ലീപ്പ് സൈക്കിൾ, സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ. ആ 24 മണിക്കൂറിൻ്റെ നമ്മുടെ പ്രകൃതി നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്ന ഒരു താളക്രമം അത് നമ്മൾ തെറ്റിക്കുകയാണ്. ആ താളക്രമം തെറ്റിക്കഴിയുമ്പം ഈ തലച്ചോറിൻ്റെ 24 hour സൈക്കിൾ തെറ്റിക്കഴിയുമ്പോൾ സംഭവിക്കും, താഴേക്കുള്ള മുഴുവൻ സിഗ്നലും തെറ്റും. അപ്പം ദെൻ യു വിൽ ഹാവ് ഓൾ ദി പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമ്മുടെ ബ്ലഡ് പ്രഷറും നമ്മളുടെ പ്രമേഹവും ഒക്കെ വരുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം അതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതിലേക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ഈ ഡിസ്റപ്ഷൻ ഇൻ അവർ നേച്ചർ കണക്റ്റഡ്നെസ്. അപ്പോൾ അതുപോലെ നമ്മൾ സൂര്യപ്രകാശം, നമ്മൾ വേണ്ട രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതെല്ലാം ഇല്ലാതെ വരുന്നത് ഈ നേച്ചർ ഡിസ്കണക്ഷൻ്റെ മറ്റു പല കാര്യങ്ങളാണ്. ശരാശരി ഒരു ആളുടെ ഒരു 10,000 സ്റ്റെപ്സ് വേണമെന്ന് പറയാറുണ്ട്. 10,000 സ്റ്റെപ്സ് പോയിട്ട് ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഒരു 3000 സ്റ്റെപ്പ് പോലും നമ്മളാരും വെക്കുന്നില്ല പല ദിവസം. അപ്പം ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഒരു ജീവി ഈ ഭൂമിയിൽ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ മൊബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ മൂവ്മെൻറ്റ്സ് ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. എക്സാമ്പിൾസ് പറയുന്നത് ജസ്റ്റ് ടു റിയലൈസ് ദാറ്റ് ഹൗ ഡിസ്കണക്റ്റഡ് വി ആർ ഫ്രം ദി നേച്ചേഴ്സ്. ഈ പ്രകൃതിയുമായിട്ട് നമ്മളൊന്ന് റീകണക്ട് ചെയ്യണം. ആ റീകണക്ട് ചെയ്യാനായിട്ട് ഈ നമ്മുടെ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിള് ശരിയാക്കണം. ഇപ്പോൾ പള്ളിയിൽ വന്ന് ഞായറാഴ്ച ഒരു വലിയ ആത്മീയ പ്രസംഗം ആണ് ഉദ്ദേശിച്ചിരിക്കുമ്പോൾ ഇതാ പറയുന്നതെങ്കിൽ ചിലരെങ്കിലും ഇതിന് അല്ല, നമ്മൾ വേറെ ഏത് കാര്യവും ശരിയാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശരിയായാലേ പറ്റുള്ളൂ. ബേസിക്കലി വി നീഡ് ടു റീകണക്ട് ടു ദി നേച്ചേഴ്സ് ബേസിക് റൂൾസ്. മര്യാദയ്ക്ക് കിടന്ന് ഒരു നിശ്ചിത സമയത്ത് കിടന്ന് ഉറങ്ങുക, ഒരു ഏറെക്കുറെ ഒരു നിശ്ചിത സമയത്ത് എണീക്കുക, ചിട്ടകൾ, ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ പിതാക്കന്മാർ ഒക്കെ പല നിഷ്ഠകളും, നമ്മുടെ അമ്മമാരൊക്കെ വീടുകളിൽ വളരെ കൃത്യതയോടെ നിഷ്ഠയോടെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വളരെ നമ്മുടെ ഈ വെൽബീയിങ്ങിനെ സഹായിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇപ്പോഴത്തെ ഒരു കാലത്തൊരു സങ്കല്പമുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ പോയി യോഗ ക്ലാസ്സിൽ ചേർന്നു അതോടെ എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്ന് പറയുന്നുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ അല്ല വേണ്ടത്. ബേസിക്കലി വി നീഡ് ടു റീകണക്ട് ടു ദി റിഥം ഓഫ് ദി നേച്ചർ. ഇച്ചിരി വെയിൽ കൊള്ളണം, നടക്കണം, നമ്മുടെ ചുറ്റുപാടിൽ കിട്ടുന്ന സ്വാഭാവികമായ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ച് ശീലിക്കണം. ന്യൂട്രീഷൻ്റെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഇവിടെ കാണും, അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. സോ ദ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് റീകണക്ട് ടു ദി നേച്ചർ. രണ്ടാമത് നമുക്ക് വന്നിരിക്കുന്ന ഡിസ്കണക്ഷൻ എവിടെ നിന്നാണ്? ഡിസ്കണക്ഷൻ വിത്ത് അവർ ഫെലോ ഹ്യൂമൻ ബീങ്സ്. മറ്റേ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്, നമുക്കിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കണക്ഷൻ നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുകളുമായിട്ടാണ്. നമുക്ക് കണക്ഷൻ വേണ്ടതാണ്, നല്ലതുമാണ്, ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹൗ വി വർ കണക്റ്റഡ് ടു അവർ ഫെലോ ഹ്യൂമൻ ബീങ്സ്. ഈ മനുഷ്യൻ്റെ വലിയ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ എല്ലാം വായിച്ചിട്ടുണ്ടാകും. ഈ യുവാൽ നോഹ ഹരാരിയൊക്കെ മനുഷ്യ ചരിത്രത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന അതുപോലുള്ള
അതിനെപ്പറ്റി ഗൗരവമായിട്ട് പഠിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റ് മുഴുവൻ വന്നിരിക്കുന്നത് നമ്മുടെ ഐക്യുവിനെ ബേസ് ചെയ്തിട്ടൊന്നുമില്ല. ഹൗ വി വർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ആ ഒരു കണക്ഷൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ല, അയൽപക്കങ്ങളിലേക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും എല്ലാം വരേണ്ട ആ ഒരു കണക്ഷൻസാണ്. മനുഷ്യൻ്റെ തലച്ചോറ് അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനൊരു കണക്ഷനുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സോഷ്യൽ കോഗ്നിഷൻ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബ്രെയിനാണ് മനുഷ്യൻ്റെ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു തലച്ചോറിനാണ്. ഒരുപാട് സാധ്യതകളൊക്കെ ഉള്ള തലച്ചോറുകൾ ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു മെഡിക്കൽ എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ അറിയാം, ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ അറിയാം. ചില ഓട്ടിസം ഉള്ള ചില കുട്ടികൾക്ക് വെരി ഹൈ IQ ആണ്. അപ്പോൾ അവർക്കെല്ലാം ഒരൊറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ ടെലിഫോൺ ഡയറക്ടറി കാണാതറിയാം. ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ വന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു പയ്യൻ വന്ന് ആദ്യമത്തെ ദിവസം തന്നെ ഫസ്റ്റ് കൺസൾട്ടേഷൻ തന്നെ പുള്ളി വന്ന് കയറുന്നത് ഡോക്ടർ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞ് എൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞ ഉടനെ ദാറ്റ് വാസ് എ ട്യൂസ്ഡേ എന്ന് പറഞ്ഞു. ആകെ അവന് 7 വയസ്സേ ഉള്ളൂ. അത് ഞാനത് ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ, നമുക്കിപ്പോൾ ഈ ഡിവൈസ് ഒക്കെ ഉള്ളൂ, നോക്കി കഴിയുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ അത് യാദൃച്ഛികമായിട്ട് ശരിയാണോ അറിയാൻ വേണ്ടി കുറേ പേരുടെ എല്ലാം പറഞ്ഞപ്പോൾ എല്ലാം ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ ഇയറും ഡേറ്റും പറഞ്ഞാൽ കറക്റ്റ് ഡേ പറയും. 7 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ബ്രെയിനിൻ്റെ ശേഷി എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അവനെ ആരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഹി ഡസൻറ്റ് ഹാവ് ദി ഐ കോണ്ടാക്ട്. അമ്മയെ ആരുമായിട്ട് ഐ കോണ്ടാക്ട് ഇല്ല, കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. ഈ ഒരു കാര്യത്തിൽ അല്ലെ ഇതുപോലുള്ള ചില ഇൻ്റലക്ച്വൽ കാര്യങ്ങളിൽ മാത്രമേ അവന് താല്പര്യമുള്ളൂ. സോ സ്കൂളിൽ ആദ്യം അവരൊരു സ്മാർട്ട്നെസ് ആയിട്ട് വിചാരിച്ചു. പക്ഷേ ഈ കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ദേ റിയലൈസ് ദാറ്റ് ഹി കുഡൻ പ്ലേ വിത്ത് ദി പിയർ പേഴ്സ്. കൂടെയുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനോ കളിക്കാനോ ഒന്നും പറ്റുന്നില്ല. സോ ദാറ്റ് മെയ്ഡ് ദം, ദ പേരൻസ് വർ എഡ്യൂക്കേറ്റഡ്, ദാറ്റ് മെയ്ഡ് ദം വെരി കൺസേൺഡ് ആൻഡ് അതൊരു ഓട്ടിസ്റ്റിക് പ്രോബ്ലം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഓരോരുത്തർക്കും, നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ പല രീതിയിലുള്ള കഴിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അൺലെസ് വി കണക്ട് ടു അതർ പീപ്പിൾ ഇൻ എ വെരി മീനിങ് വേ, വളരെ മെക്കാനിക്കലായിട്ടുള്ളൊരു കണക്ഷനൊന്നുമില്ല. ആ ഒരു നല്ല ബന്ധങ്ങൾ ആണ് ഈ വെൽബീയിങ്ങിൻ്റെ ഒരു വലിയ ഡിറ്റർമിനൻ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും ഇപ്പം മിക്കവാറും ഡബിൾ സ്റ്റോറിയുടെ ബിൽഡിങ്ങുകളെല്ലാം. കുട്ടികൾക്കൊക്കെ അവരുടേതായ റൂംസുണ്ട്, അവരുടേതായ ഡിവൈസസുകളുമുണ്ട്, ഡിജിറ്റൽ ഡിവൈസുമുണ്ട്. ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെ നമ്മളൊരു സോഷ്യൽ ഫങ്ഷൻസ് വന്നാലോ ഒക്കെ, ഒരു കല്യാണത്തിനോ പെരുന്നാളിനോ ഒന്നിനും പോകാനായിട്ട് ആർക്കും താല്പര്യമില്ല, ഇൻട്രസ്റ്റും ഇല്ല. ആൻഡ് ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച പെരുന്നാളായിരുന്നു. അപ്പോൾ അവിടെ കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പഴയ പോലെ റെഗുലറായിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ വളരെ ശുഷ്കമായിട്ടുള്ളൊരു സദസ്സ്, വലിയ നല്ല രീതിയിലുള്ള ഒരു മെസ്സേജൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവിടെയെല്ലാം ആൾക്കാരില്ലാഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും കാനഡയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും പോയൊന്നുമില്ല, അവിടെ തന്നെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലും നല്ല മെസ്സേജൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ അത് കമ്മിങ് ഓവർ, മീറ്റിംഗ്, ഗ്രീറ്റിംഗ്, ബീങ് ടുഗദർ എന്ന് പറയുന്ന ആ സോഷ്യൽ കണക്ടിവിറ്റി നമ്മുടെ തലച്ചോറിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് വി ഗെറ്റ് ഡിസ്കണക്റ്റഡ്. അത് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഒക്കെ വരുന്നതിൻ്റെ ഒരു വലിയ, ഇപ്പോൾ ഒരു സോഷ്യൽ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു മാരേജിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളായിരിക്കും. ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞു. ഈ ലാസ്റ്റ് ഡ്രോപ്പ് ദി ക്യാമൽസ് ബാക്ക് എന്ന് പറയുന്നത് അവസാനം വന്ന ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഡിവോഴ്സായി. പക്ഷേ നമ്മൾ പല കാര്യങ്ങളും വിശദമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ അറിയാം, ഈ അവസാനത്തെ ഒരു ഈവൻ്റ് എന്നുള്ളതേ ഉള്ളൂ, ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഈവൻ്റ് എന്നുള്ളതേ ഉള്ളൂ. അതൊരു ലോങ് സ്റ്റാൻഡിങ് പ്രോബ്ലമാണ്. ആൾക്കാരുമായിട്ട് ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഹെൽത്തി കണക്ഷൻസ് നമ്മൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ബോധപൂർവ്വം അതിനുള്ള അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാവണം. അയൽവക്കങ്ങളുമായിട്ടും ബന്ധുക്കളുമായിട്ടും അങ്ങനെയുള്ള ഫങ്ഷൻസിലൊക്കെ ആയിട്ടും ഞാനത് വിശദാംശങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. മുഴുവൻ ഈവൻറ്റ് മാനേജേഴ്സ് ടേക്കപ്പ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളിലും വീട്ടുകാരും കൂടി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ വരുമ്പോഴത്തേക്കും ദാറ്റ് ലീവ്സ് എ ബ്രെയിൻ വിച്ച് ഈസ് വെരി വെരി, എന്താ പറയുക, ഒരു ശുഷ്കമായിട്ടുള്ള തലച്ചോറ് നമ്മുടെ കുട്ടികളിലേക്കും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. സോ ദിസ് ഡിസ്കണക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ തന്നെ, നമ്മുടെ അയൽപക്കങ്ങളിലെ, നമ്മുടെ കൂട്ടായ്മകളിലെ ഒക്കെ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. അച്ഛനായിട്ട് അല്പസമയം പറഞ്ഞു ഇവിടെ ആത്മീയ പ്രസ്ഥാനങ്ങളൊക്കെ സജീവമാണെന്ന് പറഞ്ഞു. സ്പിരിച്വലായിട്ടുള്ള ഒരു ഗ്രോത്ത് അതിൻ്റെ മുഖ്യ ഉദ്ദേശമായിരിക്കാം. പക്ഷെ അതിനോടൊപ്പം തന്നെ
നമ്മൾ വീടുകളിൽ ഒരു പ്രയർ ഗ്രൂപ്പായിട്ട് കൂടുന്നു, പോലെ നമ്മൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്നു, പള്ളിയിൽ വന്ന് ഒരുമിച്ചൊരു മാങ്ങ അരിയുന്നു. ഇതൊക്കെ പലപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ആൾക്കാർ പരിഹസിക്കാറുണ്ട്. പക്ഷേ ഇറ്റ്സ് വെരി മീനിങ് ഫുൾ. വി ഗെറ്റ് കണക്റ്റഡ് ടു ദ സോഷ്യൽ ബ്രെയിൻസ് ഗെറ്റ് ആക്ടിവേറ്റഡ്. നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നമ്മുടെ മാനസികാരോഗ്യത്തിൻ്റെ. ഇപ്പം US സർജൻ ജനറൽ 2023 റിപ്പോർട്ട് ചെയ്തു ഏറ്റവും വലിയ എപ്പിഡമിക്, നമ്മൾ വിചാരിച്ചു കോവിഡ് ഏറ്റവും വലിയ എപ്പിഡമിക്, പക്ഷേ വിത്ത് എവിഡൻസ് ബേസ് ഡേറ്റ വെച്ച് US സർജൻ ജനറൽ വിവേക് മൂർത്തി, അത് ഇന്ത്യക്കാരനായ ഡോക്ടറാണ്. US സർജൻ ജനറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അതിനോടൊക്കെ ഒരു വലിയ ഏറ്റവും ടോപ്പ് പോസ്റ്റാണ് ഹെൽത്ത് സർവീസിൽ. ലോൺലിനെസ് എപ്പിഡമിക്കാണ് US ഏറ്റവും വലിയ രോഗമെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒറ്റപ്പെടൽ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ആ ഒറ്റപ്പെടൽ പ്രായമായി വീട്ടിലിരിക്കുന്ന അപ്പച്ചനോ അമ്മച്ചിക്കോ മാത്രമല്ല, 20 വയസ്സ് 25 വയസ്സുള്ളവരും എല്ലാം ലോൺലിയാണ്, ഡിസ്കണക്റ്റഡാണ്. അപ്പോൾ ഈ ലോൺലിനെസ് എപ്പിഡമിക്കിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ജീർണതയുടെ രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഡിസ്കണക്ഷൻ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് ഗെറ്റ് കണക്റ്റഡ് ടു ദ നേച്ചർ, രണ്ടാമത് പറഞ്ഞ എന്താ, ഗെറ്റ് കണക്റ്റഡ് ടു പീപ്പിൾ. മൂന്നാമത്തെ ഡിസ്കണക്ഷൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ സൃഷ്ടാവും നമ്മുടെ ദൈവം സങ്കല്പം, ആ ഈശ്വരൻ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതിൻ്റെ പ്രത്യക്ഷ ഭാവമായ ഉദാശകളെ, ദേവാലയം, നമ്മൾ വിശ്വസിക്കുന്ന ഇതിനോട് വന്നിരിക്കുന്ന ഒരു ഡിസ്കണക്ഷനാണ്. രാവിലെ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഒറ്റ കുട്ടികളെ ഇവിടെ കണ്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുറച്ച് പേര് മുകളിലുണ്ട്, കുറച്ച് പേരെ അമ്പതായിക്കകത്തോട്ട്. എങ്കിൽ പോലും ഈ ഒരു ഡിസ്കണക്ഷൻ ഈ ഇവിടെ ഇരിക്കുന്ന ഏജ് ഗ്രൂപ്പിൽ തന്നെ നമുക്കറിയാം. കുറച്ച് പേര് നാട്ടിലില്ലാത്തതുകൊണ്ടായിരിക്കും, പഠിക്കാൻ പോയതുകൊണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ അവർ പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആർ ദേ കണക്റ്റഡ് ടു ദി ചർച്ച്, ആർ ദേ കണക്റ്റഡ് ടു ദ റിയൽ ഗോഡ് എക്സ്പീരിയൻസ്. ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുക എന്നുള്ളത് കൊണ്ട് അത് മതിയല്ലോ എന്നുള്ളതല്ല. The God connection should be meaningful. That should be a true experience, not a fake experience. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു റിയൽ ഗോഡ് കണക്ഷൻ അത് വളരെ ഡിസ്കണക്റ്റഡാണ്. ഞായറാഴ്ച വരുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, അതിമനോഹരമായ പൂർണ്ണമായ രീതിയിൽ നമ്മൾ മനസ്സ് അറിഞ്ഞ് അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഈ കുർബാനയുടെയും ഉപദാശകളുടെയും ഒക്കെ ഒരു, ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ സംഭവം ചില ആൾക്കാർക്ക് അത് പറ്റുന്നില്ല, അല്ലെ ചില നമ്മുടെ ജനറേഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് കൊണ്ട് കുറേ ഡിസ്കണക്ഷൻ ആ ഒരു രംഗത്ത് വന്നിട്ടുണ്ട്. സോ അഗെയിൻ നമ്മൾ കാര്യമായ രീതിയിലുള്ള പ്ലാറ്റിനം ജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പം വി നീഡ് ടു സീ ഹൗ വി ക്യാൻ മേക്ക് ദാറ്റ് റിയൽ റീകണക്ഷൻ. ഇവിടെ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടാക്കി നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഭൗതികമായിട്ട് ഒക്കെ നമുക്ക് ഒരു വിസിബിൾ പ്രോജക്റ്റാണ്. ഇപ്പോൾ പള്ളി റീനോവേറ്റ് ചെയ്തതെല്ലാം നമുക്ക് വിസിബിളാണ് ഓൾ ദീസ് ചേഞ്ചസ്. പക്ഷേ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഈ ഒരു റീകണക്ഷൻ ടു ദി ഗോഡ്, റീകണക്ഷൻ ടു ദി ഓൾമൈറ്റി, റീകണക്ഷൻ ടു ദ ട്രൂ ഗോഡ് വിച്ച് വി ആർ, വിച്ച് അവർ ഫോർഫാദേഴ്സ്, അത് നമുക്ക് കൈമാറി തന്ന ഒരു വിശ്വാസം, പാരമ്പര്യങ്ങൾ, അനുഷ്ഠാനം, ഇതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു റീകണക്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇനി വരുന്ന ഒരു നോമ്പ് കാലഘട്ടം നമ്മളെ സഹായിക്കട്ടെ എന്ന് വിചാരിക്കും. എൻ്റെ 2 കുട്ടികൾ ഞാൻ വലിയ കത്തീഡ്രലിലാണ് സാധാരണ കോട്ടയത്ത് താമസിക്കുന്നുണ്ട്, ടൗണിൽ താമസിക്കുന്നുണ്ട്, ഇടവകയൊക്കെ ഭാഗത്താനാണെങ്കിലും അവിടെ പോകുന്നു. അപ്പോൾ അവിടെ സൺഡേ സ്കൂളിൽ കുട്ടികൾ ചുവണ ഞാൻ ചോദിച്ചു സൺഡേ സ്കൂൾ കൂടിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ഒരു OVBS എപ്പം നടത്തണമെന്നുള്ളതിനെ പറ്റി അവിടെ ഒരു തർക്കം വന്നു. നോയമ്പിൻ്റെ സമയവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ അച്ഛന് ഹീ ടു റിസ്ക്. OVBS നോയമ്പിൻ്റെ സമയത്ത് തന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞെങ്കിലും അച്ഛനൊരു ബോൾഡ് ഡിസിഷൻ എടുത്ത് ആ ഒരു ഫാഷൻ വീക്കിന് തൊട്ട് മുമ്പുള്ള ആ സമയത്ത്, ഏത് വർഷം ഞാൻ മറന്നുപോയി സംഭവം, അത് അങ്ങനെയാണ് വന്നത്. ഈ പിള്ളേർ 2 പേരും അവരൊക്കെ ഇപ്പം വലിയ കുട്ടികളായി. അവരോട് 2 പേരും പിന്നെ അവരെപ്പോഴും പറയും ആ വർഷത്തെ ആ നോയമ്പിലെ OVBS ആയിരുന്നു അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു OVBS. അവർ ഓർത്തിരിക്കുന്ന OVBS. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 40 മുമ്പടിയിലുണ്ട് ഉച്ചവരെ. ആ ഒരു ഗെറ്റിംഗ് കണക്റ്റഡ് ടു ദ റിയൽ സ്പിരിച്വൽ ഓർത്തഡോക്സ്, ആ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇപ്പോഴും അവർ പറയുന്നു ചെല്ലുമ്പോഴത്തേക്ക്. കാരണം ഇവിടെ നാട്ടിൽ പോലും ഇല്ല അവർ. സ്റ്റിൽ ദാറ്റ് പർട്ടിക്കുലർ OVBS വാസ് എ ഗ്രേറ്റ് ഡ്യൂറിങ് ദ ലെൻറ്റ് ടൈം. അതൊരു വലിയ ഒരു സ്പിരിച്വൽ കണക്ഷൻ അവർക്ക് കിട്ടിയ ഒരു വർഷമായിരുന്നു അവർ റിക്കളക്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിങ്ങനെയുള്ള അവസരങ്ങളൊക്കെ
നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ചില കാര്യങ്ങളാണ് ടു കണക്ട് ദം ടു ഈ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ഇവിടെ വരുന്നതാണ്. ഇപ്പം ചിലർ പറയും ഈ 4 വയസ്സോ 3 വയസ്സോ താഴെ കുട്ടികളൊക്കെ പള്ളി വന്ന ശല്യം അവരോട് ഇണങ്ങിയിരിക്കത്തില്ല. അച്ഛനെ കസായം വിലാസം എടുത്ത് വന്നപ്പോഴും 2-3 പിള്ളേരുടെ ഒരിക്കലും ഒരു ബിക്കോസ് ആ സമയത്ത് വാട്ട് ദേ സീ അവരുടെ കണ്ണിൽ കാണുന്ന കാഴ്ച അതിമനോഹരമായ സ്വർഗത്തിൻ്റെ ഇമേജസ് ഒക്കെ ഒക്കെ കണ്ട ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലും ഇപ്പം യാക്കോബിൻ്റെ ഗോവണിയെ പറ്റിയൊക്കെ ഇന്ന് ഇവിടെ ബ്രദർ പ്രസംഗിച്ചു. സി ഓൾ ദീസ് സിംബൽസ്, ആ സിംബൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് ഐക്കൺസിൽ കൂടെയും ഒക്കെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ കുട്ടികൾ 1 വയസ്സുള്ളപ്പോഴും 2 വയസ്സുള്ളപ്പോഴും 3 വയസ്സുള്ളപ്പോഴും കണ്ടാൽ അവരായിരുന്നു പഠിപ്പിക്കുകയൊന്നും വേണ്ടെന്നാണ്. സോ ദാറ്റ് വിൽ അത് വളരെ കൃത്യമായിട്ട് അവിടെ എച്ച് ചെയ്തിരിക്കുന്ന ഇൻഡെലിബിൾ മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസസ് വിച്ച് ഇസ് ഗോയിങ് ടു ഷേപ്പ്. അതുപോലെ അവർ കേൾക്കുന്ന ശബ്ദങ്ങൾ, ഇവിടെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും സ്റ്റിമുലേഷൻ ഉണ്ട്. നമുക്ക് കുന്തിരിക്കത്തിൻ്റെ മണവും മണിയുടെ ശബ്ദവും എല്ലാം ദീസ് ആർ ദ തിങ്സ് വിച്ച് ഷുഡ് ഗെറ്റ്. അല്ലാതെ നല്ല പ്രായമായി കഴിയുമ്പോൾ ഏതെങ്കിലും കുറച്ചൊരു തിയോളജി പഠിച്ച് ബൈബിൾ പഠിച്ചിട്ട് അതിൻ്റെ അങ്ങനെയൊന്നുള്ള വരുന്ന ആത്മീയതയൊന്നും അത് നിലനിൽക്കത്തൊന്നുമില്ല. അതൊക്കെ പെട്ടെന്ന് ജീർണിച്ച് താഴെ വീഴുന്ന സംഗതികളാണ്. സോ ദി കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി വിച്ച് ഓർത്തഡോക്സി യൂസസ്, കാഴ്ചകളിൽ കൂടിയും ശബ്ദങ്ങളിൽ കൂടിയും മണങ്ങളിൽ കൂടിയും രുചികളിൽ കൂടിയും. ഒരു കൊച്ചു കുഞ്ഞിനെ അച്ഛൻ അവസാനം ഒറ്റയ്ക്ക് വിളിച്ച് എൻ്റെ കൂടെ, ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ മറ്റു ചില ഫ്രണ്ട്സൊക്കെ താമസിക്കാൻ വരുന്ന ഞായറാഴ്ച അവർ ഈ കൊച്ചു എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഈ 5 മാസം 6 മാസം പ്രായമുള്ള കൊച്ചിന് നിങ്ങൾ കുർബാന കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആൻസർ അതാണ്. ആ കുഞ്ഞിൻ്റെ വായിലേക്ക് ഇറ്റ് വീഴുന്ന ആ ഒരു വീഞ്ഞിൻ്റെ അംശം അത് ഒരു സെൻസറി എക്സ്പീരിയൻസ്. ആ വരുന്ന സെൻസറി എക്സ്പീരിയൻസുകൾ 3 വയസ്സിന് ശേഷം ഇതെല്ലാം നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹ്യൂമൻ ബ്രെയിനിനെ പറ്റി അറിയുന്നവർക്കറിയാം, ഈ 3 വയസ്സിനോ അല്ല 5 വയസ്സിന് മുമ്പോ നമുക്ക് ഓർക്കുന്നില്ല എന്ന് പറയുന്ന കാലത്ത് നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസുകളും നമുക്കുണ്ടാകുന്ന എൻവയോൺമെൻറ്റുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വലിയൊരു മെനു ഇവിടെയുണ്ട്, പക്ഷേ നമ്മളത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സോ ഈ 3 തരത്തിലുള്ള, സോ കണക്ട് ടു ദി ചർച്ച്, കണക്ട് ടു ദി റിച്വൽസ്, കണക്ട് ടു ദി കുമ്പസാരം. ഇപ്പം കുട്ടികളാണെങ്കിലും നോമ്പ് വരുന്ന സമയത്ത് കുമ്പിടാനായിട്ട് മടിക്കേണ്ട ഒരു കാര്യമില്ല. ഒരല്പം ഭക്ഷണത്തിൽ അവരെ നിയന്ത്രിക്കേണ്ടതായ ഒരു കാര്യമില്ല. അപ്പം ആ നിയന്ത്രണം ഒഴിവാക്കി കൊടുക്കേണ്ട കാര്യമില്ല. വലിയ കാർക്കശിക്കാരാക്കി അവരെ പട്ടിണിക്കിട്ട് അങ്ങനെയുള്ള ഒരു എക്സ്ട്രീമിസം ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. റിച്വൽസും ട്രഡീഷൻസും ഒക്കെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു ഗോഡ് കണക്ഷനാണ്. ശരിയായ രീതിയിലുള്ള ഒരു ഗോഡ് കണക്ഷൻ. അല്ലാതെ പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടണേ, എൻട്രൻസിന് മാർക്ക് കിട്ടണേ, കാനഡയുടെ വിശ്വാസം ശരിയാകണേ എന്നുള്ള രീതിയിലുള്ള അന്നേരം പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭവമാണ് ഗോഡ് എക്സ്പീരിയൻസ് എന്നുള്ള തെറ്റായ ഫേക്ക് ഗോഡിനെ മാറ്റി. സോ വാട്ട് ഈസ് ദ റിയൽ ഗോഡ്? ദാറ്റ്സ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് which we can get from our church, അല്ലെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള മനനങ്ങളിൽ കൂടി. അപ്പോൾ ഈ 3ാമത്തെ കണക്ഷൻ, സോ കണക്ട് ടു ദി ക്രിയേറ്റർ എന്നുള്ളതാണ്. സോ കണക്ട് ടു ദി നേച്ചർ, കണക്ട് ടു ദി പീപ്പിൾ അറൗണ്ട്, കണക്ട് ടു ദി ക്രിയേറ്റർ. ആൻഡ് 4ാമത്തെ വലിയ കണക്ഷൻ, ഇറ്റ് ഈസ് ദ കണക്ഷൻ ടു അവേഴ്സെൽവ്സ്. നമ്മളോട് നമുക്കൊരു കണക്ഷൻ വേണം. നമ്മളിതിങ്ങനെ മൊഴി പോവുക. ഞാൻ ആദ്യം പറഞ്ഞ ഒരു റിഫ്ലക്ഷൻ തുടക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ എല്ലാ ദിവസവും അല്പസമയം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ഈ ചില പ്രാർത്ഥന, വീട്ടിലെ പ്രാർത്ഥനകളൊക്കെ ഇപ്പം പറഞ്ഞാൽ വരുന്നെങ്കിൽ പോലും ചിലരൊരു ഗോമയെങ്കിലും ഒക്കെ ചൊല്ലിയെന്ന് വരുത്താറുണ്ട്. മുഴുവനൊന്നും ചൊല്ലിയില്ലെങ്കിൽ പോലും. പക്ഷെ അതൊക്കെ ചൊല്ലിയാലും മുഴുവൻ വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുക. പക്ഷേ ഹൗ ടു ഡു റിഫ്ലക്ഷൻസ്, നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് വാട്ട് ഗോസ് ത്രൂ അവർ മൈൻഡ്, നമ്മൾ ചിന്തിക്കുന്നത് എന്താ, നമ്മൾ കണ്ടതെന്താ, നമ്മൾ കേട്ടതെന്താ, നമ്മുടെ ഇൻപുട്ട് എന്താ, ഔട്ട്പുട്ട് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു മീറ്റൈം. ആ മീറ്റൈം എന്ന് പറഞ്ഞാൽ ഉടനെ റീൽസ് കാണുക എന്നുള്ളതല്ല. മീറ്റ് കണ്ടോ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടേക്ക് 24 മണി നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ തിങ്ക് അബൌട്ട് അവർ തോട്ട്സ്, മെറ്റാ കോഗ്നിഷൻ, തിങ്കിങ് അബൌട്ട് അവർ ഓൺ തോട്ട്സ്. നമ്മുടെ ചിന്തകൾ, നമ്മളെന്തെല്ലാം കണ്ടു എന്തെല്ലാം കേട്ടു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളാണ് നമ്മുടെ ഹാപ്പിനെസ്സിനെയും അൺഹാപ്പിനെസ്സിനെയും ഒക്കെ നിർണ്ണയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ വാട്ട് വി തിങ്ക്, ആ ചിന്തിക്കുന്നത് യുക്തിപരമാണോ, ആ ചിന്തിക്കുന്നത് ന്യായമാണോ, ആ ചിന്തിക്കുന്നതിനകത്ത് എന്തുമാത്രം
പോരായ്മകളുണ്ട്. ഈ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ടൈം നമ്മൾ എടുക്കണം. നമ്മുടെ ചിന്തകൾ മാറിക്കഴിയുമ്പം ഈ ചിന്തകളുടെ മാലിന്യമാണ് വികാരങ്ങളുടെ മാലിന്യം ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ പ്രവൃത്തിയിലെ മാലിന്യമായിട്ട് വരുന്നത്. പകയാണേലും വിദ്വേഷമാണെങ്കിലും ഒക്കെ വരുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും നമ്മളെ പറ്റി നല്ല മതിപ്പുള്ള ഒരാൾ നമ്മളെ ഹെർട്ടാവുന്ന രീതിയിൽ ഒരു വർത്തമാനം പറഞ്ഞു, പിന്നെ പകയാണ്, ആ വ്യക്തിയുടെ ദേഷ്യമാണ്. നമ്മൾ പറഞ്ഞാലും ഏതെങ്കിലും രീതിയിലൊക്കെ ആ പക നമ്മുടെ ഉള്ളിലിരുന്നു. പക്ഷേ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. ഒരാൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഭാര്യ, ഇപ്പം എല്ലാവരും പറയാം, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഉടനെ ഭർത്താവ് അത് വലുകുണ്ടാണെന്ന് പറയണം, നല്ലതെന്ന് പറയണം, ഹഗ് ചെയ്യണമെന്ന്. ഇതൊക്കെ നിങ്ങളെല്ലാവരും ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാകും ക്ലാസ്സിലൊക്കെ പോയി. പക്ഷേ അതൊക്കെ വലിയ പാടാണ്. നമ്മുടെ കൾച്ചർ അനുസരിച്ച് കൾച്ചറിൽ മാറ്റം വന്നാൽ നല്ലതാണ്. അപ്രീഷിയേറ്റ് ചെയ്യുകയും താങ്ക് യു പറയുകയും ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്യാമെങ്കിൽ നല്ല കാര്യം. തിരുവല്ലക്കാരുടെ കൾച്ചറ് ചിലപ്പം വീട്ടിലൊക്കെ ദൂരെ വരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിക്കുന്ന ഇപ്പം ഞങ്ങളുടെ വാഗ്ദാനത്തൊക്കെ അത് വലിയ മോശമാണ്. അപ്പോൾ അവർ പറയും തെക്കരുടെ രീതി. വാഗ്ദാനത്തെ തിരുവല്ലയൊക്കെ വാഗ്ദാനത്തെ സംബന്ധിച്ചോളം തെക്കാം, പാമ്പാടിയൊക്കെ കിഴക്കാം, കുമരമൊക്കെ പടിഞ്ഞാറാണ്, കൂത്താട്ടുകളൊക്കെ ആണെങ്കിൽ വടക്കാം. അപ്പോൾ ലോകത്തിൻ്റെ കേന്ദ്രം വാഗ്ദാനമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരുവല്ലയിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ നിങ്ങളും ചിന്തിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കൾച്ചറിനെയൊക്കെ നമ്മളൊരല്പം ഒന്ന് മാറ്റി അല്പം നന്ദി പ്രകടിപ്പിക്കാനും അല്പം സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അവസാനത്തെ കാര്യം ഇതാണ്, നമ്മളോട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് റിലേറ്റ് ചെയ്യണം. അല്പം സമയം എടുക്കണം. ഞാൻ എന്ത് പൊട്ടത്തരമൊക്കെയാണ് ചിന്തിക്കുന്നത്. നല്ല ചിന്തകളുണ്ടെങ്കിൽ നല്ല വികാരങ്ങളുണ്ടാകും. നല്ല ചിന്തകളും നല്ല വികാരങ്ങളും ഉണ്ടെങ്കിൽ നല്ല പ്രവൃത്തി ഉണ്ടാകും. ഇതൊരു ഇക്വേഷനാണ് മനസ്സിൽ. തിങ്കിങ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ, ആക്ടിങ്, ഈ 3 കാര്യങ്ങളാണ്. ഇപ്പോൾ പെരുമാറ്റം നമുക്ക് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നല്ല ഒരു ആളായിട്ടൊക്കെ വളരെ വിനയമുള്ള ആളായിട്ടൊക്കെ ഞാൻ ഭാവിക്കാം. അവർ മുണ്ടൊക്കെ എടുത്തു വന്നാൽ കൊള്ളാമല്ലോ, നമുക്ക് വിനയമുള്ളൂ. ഞായറാഴ്ച ഞാൻ മുണ്ട് എടുക്കുള്ളൂ, അതുകൊണ്ടുള്ള ഒരു അല്ല വിനയത്തിൻ്റെ ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുക ആൾക്കാർക്ക് നമ്മൾ. പക്ഷെ എൻ്റെ ഉള്ളിൽ അഹങ്കാരമാണ്, എൻ്റെ ഉള്ളിൽ മുഴുവൻ നാർസിസം ആണെങ്കിൽ, സെൽഫിഷ് ആണെങ്കിൽ അത് വലിയ ജീർണത എന്നിലുണ്ടാക്കും. അപ്പം അതെല്ലാം നമ്മുടെ എല്ലാം ഉള്ളിൽ നമ്മുടെ ഈ സ്വയം പ്രേമവും നമ്മുടെ സ്വാർത്ഥതയും മറ്റുള്ളവരുടെ അസഹിഷ്ണുതയൊക്കെ ഉണ്ട്. അപ്പം ഇത് ഇഷ്ടംപോലെ അതിന് സുവിശേഷ ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ച് വേണേൽ പറയാം. പക്ഷെ ഒരല്പം റിഫ്ലക്ഷൻസ് നമ്മൾ നിർത്തുക. നോയമ്പിലേക്ക് പോകുന്നു, പ്ലാറ്റിനം ജൂബിലി കൂടെ പോകുന്നു. സീ ദ കൈൻഡ് ഓഫ് തോട്ട്സ്. മാലിന്യമുള്ള ചിന്തകളെ നമ്മളൊന്ന് എടുത്ത് ദൂരെ കളയും. അതൊരാളുടെ പകയായിരിക്കാം, വാശിയായിരിക്കാം, പിണക്കമായിരിക്കാം. ഈ മാലിന്യമുള്ള ചിന്തകൾ പുറത്തു പോയി കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ബെറ്റർ ആവും, നമ്മൾ ഹാപ്പിയാവും. അച്ഛൻ അവസാനം വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ആശീർവാദമൊക്കെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് പറഞ്ഞ എന്താ, നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകാനാണ് പറയുന്നത്. ഈ സന്തോഷിച്ച് തൃപ്തരായിട്ട് സമാധാനത്താലേ പോയി വലിയൊരു ഭയങ്കര സൈക്കോളജിക്കലി പ്രൊഫൗണ്ടായിട്ടുള്ള വേർഡ്സാണ് അതൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു പ്രൊഫൗണ്ട് വേർഡ്സ് നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് ഈ സന്തോഷവും തൃപ്തിയും സമാധാനവും വരത്തില്ല. അൺലെസ് വി ചേഞ്ച് അവർ തോട്ട്സ്. നമ്മൾ ചിന്തിക്കുന്ന മാലിന്യങ്ങളുടെ ഒരു വലിയ ഒരു ഗാർബേജാണ് പലരുടെയും തലച്ചോറ്. അപ്പോൾ ആ ഗാർബേജ് അകത്ത് പോയി ഗാർബേജ് പുറത്തു വരുന്ന മാലിന്യ കുഴികളാണ്. പുറമേ നല്ല നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഇട്ട് നടക്കും, പക്ഷെ ഉള്ളിലെ മാലിന്യം. ഈ മാലിന്യങ്ങളെയൊക്കെ ഒന്ന് പുറത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കുമ്പസാരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ബിക്കമേ ഒരു റിഫ്രഷ് പേഴ്സൺ. അപ്പം കണക്ട് ടു സെൽഫ്, ഈ 4 കണക്ഷൻസ് നമ്മൾ ഉണ്ടാവാനായിട്ട് നമ്മുടെ കണക്ട് ടു ദ നേച്ചർ, പ്രകൃതിക്ക് അനുകൂലമായിട്ട് ജീവിക്കുക. അത് ഭക്ഷണ രീതിയിലാണെങ്കിലും വ്യായാമമാണെങ്കിലും ഉറങ്ങുന്നതും ഉണരുന്നതാണെങ്കിലും ചിട്ടകളാണെങ്കിലും. കണക്ട് ടു ദി നേച്ചർ, കണക്ട് ടു ദ പീപ്പിൾ അറൗണ്ട്. പണ്ട് പഠിപ്പിച്ച ആൾക്കാരെയും പണ്ട് നമ്മളുടെ ഒന്ന് വിസിറ്റ് ചെയ്യുക, കാണുക, സന്ദർശിക്കുക, ബന്ധങ്ങളെ പുതുക്കുക. അത് കുട്ടികളെ അത് ശീലിപ്പിക്കുക. കണക്ട് ടു ദ പീപ്പിൾ ആൻഡ് ദെൻ കണക്ട് ടു ദി ക്രിയേറ്റർ ആൻഡ് ഫൈനലി കണക്ട് ടു ദ സെൽഫ്. ഇതിനൊക്കെ ഉള്ള ഒരു അവസരം നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയും ഈ വർഷത്തെ നോമ്പും ഒക്കെ നമുക്കതിന് നമ്മളെ സജ്ജമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് അച്ഛനെ ആയിട്ട് ഞങ്ങൾ വലിയ ആത്മബന്ധമോ പരിചയമൊന്നുമില്ല. പക്ഷേ അച്ഛൻ എന്നെ വിളിച്ച് അച്ഛൻ പറഞ്ഞ പോലെ കുറച്ച് നിർബന്ധിച്ച കാര്യം ഞാൻ പോകും, സാറിന് എനിക്ക് സമയമുണ്ടെങ്കിൽ പോകും. പക്ഷേ കുറച്ച് അസൗകര്യങ്ങളുടെയൊക്കെ ഇടയ്ക്കാണെങ്കിൽ പോലും അച്ഛൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം അത് ചെയ്യപ്പോൾ എനിക്കത് വരണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് മറ്റു പല പരിചയങ്ങളും ഒക്കെ ഇവിടെയുണ്ട്.
പരിചിത മുഖങ്ങളും നേരത്തെ അറിയുന്ന ആൾ. ഇപ്പോൾ ഈ ദേവാലയത്തിൽ വന്ന് ഇതിൽ കൂടാനായിട്ട് സാധിച്ചതിനുള്ള വലിയ സന്തോഷവും നന്ദിയും അറിയുന്നു. പ്രത്യേകിച്ച് അച്ഛനോടുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു ക്ലാസ് സന്ദേശം നമുക്ക് ലഭിച്ചു. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കുവാനായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സന്ദർഭമാണ്. കുഞ്ഞുങ്ങൾക്കും ചോദിക്കും. ഡോക്ടറുടെ അനുഭവ സമ്പത്തും ദീർഘകാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലുമുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു ഗൈഡ് ലൈൻ സാറിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ അല്ലെങ്കിൽ പോലും പിന്നീടാണെങ്കിലും ബഹുമാനപ്പെട്ട സാറിൻ്റെ ശുശ്രൂഷകൾ നമുക്ക് ലഭ്യമാകത്തക്കതുകൊണ്ട് ഞാൻ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ നേരിട്ട് അങ്ങനെ ഇതുവരെ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഞാൻ വൈദിക സെമിനാരി പഠിക്കുന്ന സമയത്ത് എനിക്ക് സൺഡേ മിഷൻ, അതായത് ബ്രദർ വരുന്നത് പോലെ സൺഡേ മിഷൻ കൂടുതൽ വന്നിട്ടുള്ളത് ചീരഞ്ചിറ, മണൽനാഗപ്പള്ളി, വള്ളിക്കാട് നേറ, ഈ മൂന്നെണ്ണം. അതുകൊണ്ട് പല സമയങ്ങളിലും ഡോക്ടറിനെ അവിടെയൊക്കെ വെച്ച് കാണുവാനായിട്ടിടയായി. പക്ഷേ പരിചയപ്പെട്ടിട്ടില്ല. ഇന്നിപ്പോഴാണ്. പിന്നെ വൈദിക സംഘത്തിൻ്റെ മീറ്റിങ്ങിലും ഡോക്ടർ വന്ന് വളരെ അനുഗ്രഹീതമായ സന്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ അദ്ദേഹം വളരെ തിരക്കുണ്ടായിട്ട് ഇവിടെ വന്ന് നമ്മോടൊപ്പം ആയിരിക്കാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. ആരാധനയെ സംബന്ധിച്ചു വളരെ അനുഗ്രഹീതമായ ക്ലാസ് എടുത്തു. ചില ആളുകളുടെയൊക്കെ പ്രശ്നം വരുമ്പോൾ ഡോക്ടർ എൻ്റെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നത് ഞാൻ പലരെയും ഡോക്ടറുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ത്രീയാണ്. ഒരു വിദേശ രാജ്യത്ത് ഒരു ദുബായ് രാജാവിൻ്റെ മകളുടെ ആയയായിട്ട് വർക്ക് ചെയ്ത. അപ്പോൾ ആ രാജകുമാരിക്ക് ഇപ്പോഴും ആ സ്ത്രീയെ കാണണമെന്ന്, ആ പുള്ളിക്കാരത്തെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കും, തിരുവല്ലയിൽ നിന്ന് പോകും, അവിടെ ചെന്ന് കാണും. ഒരു ദിവസം അല്ലെ 2 ദിവസം അവരോടൊപ്പം താമസിക്കും, അവരുടെ പുറത്തുള്ള വീട്ടിൽ താമസിക്കും. അവർ കുറേ നാൾ താമസിച്ച് തിരിച്ചു വരും. എന്നെ ആ ഫോട്ടോ എല്ലാം കാണിച്ചു തന്നു. പക്ഷെ കോവിഡിൻ്റെ സമയമായപ്പോൾ ഒറ്റ മകളേ ഉള്ളൂ. അവർ ഒറ്റപ്പെട്ടു പോയി. നമ്മുടെ ഭർത്തൃ സമാജത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഒരു ദിവസം കോവിഡിൻ്റെ സമയത്ത് ഞാനത് വേങ്ങൽപ്പള്ളിയിലാണ്. അപ്പോൾ ആൻറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പള്ളിയിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം വീട്ടിൽ വരെ ഒന്ന് വരണം. ഞാൻ ചെന്നപ്പോൾ കണ്ട മുഖമേ അല്ല, വളരെ മെലിഞ്ഞ് ഉറക്കമെല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥ. അതുതന്നെയല്ല, പുള്ളിക്കാരത്തേക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പാട്, തല ഇറങ്ങി വീഴുന്ന പോലെ 2-3 തവണ വീഴുകയും ചെയ്തു. അതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. നമ്മുടെ ഇവിടെയുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ പലയിടത്തും പോയി മരുന്നുകളൊക്കെ വാങ്ങിച്ചു, പല ടെസ്റ്റുകൾ നടത്തി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡോക്ടറിൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് പുള്ളിക്കാരത്തിൽ പോയി. ഡോക്ടറുടെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്തു. അതിൻ്റെ കൗൺസിലിങ്ങും അതിന് കൊടുക്കേണ്ടതായ മെഡിസിൻസൊക്കെ കൊടുത്ത് ഇപ്പോൾ വളരെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അങ്ങനെ ദൈവം ബഹുമാനപ്പെട്ട ഡോക്ടറിലൂടെ അനേക ശുശ്രൂഷകൾ നമ്മുടെ സമൂഹത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് അത് ആശ്വാസവും സ്വാതന്ത്ര്യവുമാണ്. ചോദ്യങ്ങൾ ഇല്ല എങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ 4 കാര്യങ്ങൾ സാറിവിടെ പറഞ്ഞു. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും നമ്മൾ ആധുനിക മനഃശാസ്ത്രത്തിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഗർഭത്തിൽ ഉരുവാകുന്ന സമയം തൊട്ട് അവൻ ഈ പ്രകൃതിയോടും സമൂഹത്തോടും അവൻ്റെ അമ്മ ഉദരത്തിൽ വഹിക്കുമ്പോൾ തന്നെ അവൻ ഈ ലോകത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ ചൊല്ലുണ്ട്. പക്ഷേ അതെത്രമാത്രം നമ്മൾ ഈ 4 കാര്യവുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെ ഒരുപാട് സമയം എടുക്കുകയും ഒരു സെപ്പറേറ്റ് സെഷൻ പോലെ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ സ്പർശിച്ച് കടന്നത്. ഈ കുഞ്ഞുങ്ങളുടെ തലച്ചോറാണല്ലോ മനുഷ്യൻ്റെ മസ്തിഷ്കമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിസ്മയം എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്രെയിനാണ്. പ്രകൃതിയുടെ നമുക്ക് ഇതുവരെ അറിയാവുന്ന എല്ലാ പ്രതിഭാസങ്ങളും നോക്കിക്കഴിഞ്ഞാലും ഈ 1400 ഗ്രാം നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് വെറും 1400 ഗ്രാം ടിഷ്യൂ, അതാണ് ഏറ്റവും വലിയ വിസ്മയവും ഏറ്റവും
സങ്കീർണമായിട്ട് ഘടനയുള്ള ഒരു സംവിധാനം പ്രപഞ്ചത്തിലേതാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്ന എപ്പോഴാണ്? അതിൻ്റെ ഒരു 80% ഓഫ് ദ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് വെൻ ദ ബേബി ഈസ് ഇൻ ദി മദേഴ്സ് വൂം. ഈ അമ്മയുടെ ഉദരത്തിലുള്ള 9 മാസത്തിലാണ് ഏതാണ്ട് ഒരു 80% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതിനുശേഷം പിന്നെ വരുന്ന ഒരു വലിയ ബാക്കി ഇരിക്കുന്ന 20%-ൻ്റെ 80% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന കുട്ടി ഒരു സ്കൂളിൽ ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് 5 വയസ്സിന് മുമ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എൻട്രൻസ് എക്സാമിനേഷന് പോയി ബ്രില്യൻറ്റിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ പോയി 2 വർഷം കോച്ചിങ് നടക്കുമ്പോഴാണ് കുട്ടികളുടെ ബുദ്ധിയെല്ലാം വികസിക്കുന്നതെന്നും അല്ല അതിനുശേഷം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ 10 ദിവസത്തെ ക്ലാസ്സിന് പോകുമ്പോൾ ഇതൊക്കെ വളരെ വലിയ അബദ്ധങ്ങളാണ്. ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഈ നിർണായകമായ ഘട്ടങ്ങളിലാണ്. 9 months inside the mother's womb and the next 4 or 5 years before the child goes to the school. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായ തെളിവുള്ളത് ജനനത്തിന് ശേഷം കിട്ടുന്ന എക്സ്പീരിയൻസുകൾ, കുട്ടികളുടെ ബ്രെയിൻ ലാംഗ്വേജ് എക്സ്പീരിയൻസ്. ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുള്ള പല അംഗങ്ങളുള്ള വീടുകളിൽ ഒരുപാട് സംസാരങ്ങളുണ്ടായ കുട്ടിയുടെ ലാംഗ്വേജ് എബിലിറ്റീസ് വളരെ കൂടും. ആ സമയം കുഞ്ഞിൻ്റെ ഒരു മൊബൈലും കൊടുത്താൽ അല്ലെങ്കിൽ ABCDയുടെയും ഇതിൻ്റെയൊക്കെ ഉള്ള റീൽസും കൊടുത്ത് അതുള്ള പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ലാംഗ്വേജ് സ്കിൽസും ഇമോഷണൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യത്തില്ല. കുട്ടി ഒരുപാട് സമപ്രായക്കാരായിട്ടും എല്ലാവരുമായിട്ട് ഇടപെടുകയും കളിക്കുകയും അവരുടെ കൂടെ കൂടി പുറത്തിറങ്ങിയും മണ്ണ് കുഴച്ചും വെയിൽ കൊണ്ടും വെള്ളത്തിലിറങ്ങിയും ഒക്കെ വളർന്നുമ്പോഴാണ് അല്ലെ ചുറ്റുപാടുമുള്ള ചെടികളുടെയും ഒക്കെ. അപ്പോൾ അത് അലർജി, ആ മണ്ണിലിറങ്ങിയ പ്രശ്നം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അവരെ ഡിസ്കണക്ട് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്ത് വളർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ശരിയായിട്ട് നടക്കത്തില്ല. പിന്നെ ഈ 9 months-നുള്ളിൽ ഇപ്പം നമ്മളെപ്പോഴും പറയും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എലിസബ വന്നു. അപ്പോൾ യോഹന്നാൻ ഗർഭിണിയായിരുന്ന എലിസബത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഡാൻസ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു സങ്കല്പമുണ്ട്. സ്നാപക യോഹന്നാൻ്റെ നൃത്തം എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു വലിയ സങ്കല്പമാണ്. അപ്പോൾ അതിന് വലിയ ശാസ്ത്രീയ തെളിവുകളൊന്നും അടുത്ത കാലത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സമീപനങ്ങൾ കാണിക്കുന്നത് ഈ ഗർഭസ്ഥ ശിശു പ്രത്യേകിച്ചൊരു ഏതാണ്ട് ഒരു 18-20 നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയം മുതൽ തന്നെ പുറമേ നിന്നുള്ള ശബ്ദങ്ങളും അമ്മയുടെ മാനസികാവസ്ഥയും ആ അന്തരീക്ഷങ്ങളും എല്ലാം ഒരു പക്ഷേ ഈ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ഗുണകരമായ രീതിയിലും ദോഷകരമായ രീതിയിലും ഉണ്ടെന്നുള്ളതിനും ചില തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതിനുള്ള വളരെ സ്ട്രോങ് എവിഡൻസ് ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അമ്മയുടെ വൈകാരികാവസ്ഥ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അമ്മയുടെ ഇമോഷണൽ സ്റ്റേറ്റ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെവലിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ തലച്ചോറ് അതിശീഘ്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയൊക്കെ ബാധിക്കാം എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഈ പ്രഗ്നൻസിയിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി അതിനെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു വളരെ ഡിലേഡ് പ്രഗ്നൻസികളാണ്. 34-35 വയസ്സും കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രകൃതിയുടെ നിയമങ്ങളിലേക്ക് പോകും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്. ഗർഭിണിയാകുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ബയോളജിക്കലി സ്പീക്കിംഗ് ഇതൊക്കെ നമ്മുടെ 20കളിൽ തന്നെ നടക്കുകയും 30കളിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ആദ്യം പറഞ്ഞ നേച്ചർ ഡിസ്കണക്ഷൻ്റെ ഭാഗം തന്നെയാണ്. കല്യാണത്തിൻ്റെ പ്രായം കൂടുന്നു, കുട്ടികൾ ഉണ്ടാകുന്ന പ്രായം വേണ്ടാന്ന് വയ്ക്കുന്നു, അല്ലെ വളരെ 10-40 വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റിലായി കഴിഞ്ഞിട്ട് മതി ഇതൊന്നും. പക്ഷേ ജീവശാസ്ത്രപരമായിട്ട് അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളല്ല. നേരത്തെ തന്നെ ഈ ചൈൽഡ് ബെയറിങ്ങും ഒക്കെ വരുന്നത് തന്നെയാണ് ബയോളജിക്കലി നല്ലത്. അപ്പോൾ അതിൽ നമുക്ക് ആ സ്വാധീനം നമ്മുടെ വീടുകളിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞ സ്ത്രീകളാരും ജോലിക്ക് പോകരുതെന്നോ പഠിക്കരുതെന്നോ ഒന്നുമല്ല. അതൊക്കെ ചെയ്യണം, അതൊക്കെ ആവശ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ ലൈഫ് കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഒരു കണ്ടിന്യൂറ്റി വേണം. നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് 1.4, 1.7 എങ്കിലും ഉണ്ടെങ്കിലേ ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ജനസംഖ്യാ ശാസ്ത്രം പറയുന്നത്. നമ്മളിപ്പോൾ തന്നെ 1.4 താഴെ 3-4 ജനറേഷൻ കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കൂടെ പറയുന്ന പാഴ്സി സിൻഡ്രോം എന്ന് പറയുന്ന ഒരവസ്ഥ, നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും. അതൊക്കെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ 2-3-1-2 ജനറേഷൻ കഴിയുമ്പോൾ നമ്മുടെ പല ജനറേഷൻ മുമ്പുള്ള ആൾക്കാരുടെ സമ്പാദ്യങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ആ ചങ്ങലയുടെ ഇങ്ങേ കണ്ണിയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അടുത്ത കണ്ണിയിലേക്ക് ആളില്ല, അത് കണക്ട് ചെയ്യാനായിട്ടില്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യം. ചെറിയ മീറ്റിങ്ങിൻ്റെ ഒരു സ്കോപ്പിൽ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് അന്നേരം അല്പം
ബോർഡർ കയറിപ്പോയി. സാറ് ചോദിച്ച ചോദ്യത്തിന് ഇത്രയാണ്, കുട്ടികൾക്ക് വെദർ ദേ ആർ ഇൻസൈഡ്. ഈ 9 മാസത്തിൽ ആദ്യത്തെ 5-6 വർഷങ്ങളിൽ നമ്മൾ നല്ല സ്റ്റിമുലേറ്റിംഗ് എൻവയൺമെൻറ്റ് കൊടുക്കും. നല്ല അവരെ, എൻ്റെ നെവ്യൂ, എൻ്റെ ഡോക്ടർ കപ്പിൾസ്, അവർ കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നപ്പോഴത്തേന് 12 കുട്ടികളുണ്ട്. അവർ വന്നപ്പം മുതൽ അവർ നോക്കി. ഞങ്ങൾ 4 പേരോട് സംസാരിക്കുന്നുണ്ടായി. കുട്ടികൾക്ക് അതിൽ നിന്ന് ഇങ്ങോട്ടും വിട്ടിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല. നല്ല മിടുക്കര കുട്ടികളാണ്, പക്ഷേ ദേ ആർ ഗെറ്റിംഗ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ ഫാമിലി കോൺവെർസേഷൻ വിച്ച് ഈസ് ഗോയിങ് ഓൺ. പാരൻസ് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുക, 2 പേരുള്ള ഒപ്പന്മാർ. അപ്പം ഇത് വലിയ ടോക്സിക്കാണ്. നമ്മുടെ ഗ്രോയിങ് ബ്രെയിൻ 6 വയസ്സിൽ താഴെ ഒരു കുട്ടികൾക്കും ഒരു ഡിജിറ്റൽ ഡിവൈസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വെസ്റ്റേൺ. ഓസ്ട്രേലിയയിലൊക്കെ നിയമം പോലും നിരോധിച്ചിരിക്കുകയാണ്. പാരൻസ് വിൽ പീനലൈസ്ഡ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ അവരെ കണക്ട് ചെയ്യേണ്ട പ്രകൃതിയോടാണ്, അവരെ കണക്ട് ചെയ്യേണ്ടത് മനുഷ്യരോടാണ്, അവരെ കണക്ട് ചെയ്യേണ്ടത് പെറ്റ് ആനിമൽസിനോടും പ്ലാന്റ്സിനോടും ആകാശത്തെ നക്ഷത്രങ്ങളോടും കാറ്റിനോടും മഴയോടും ഒക്കെയാണ് കണക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഡിജിറ്റൽ ബ്ലൂ സ്ക്രീനിനോടല്ല. അതുകൊണ്ട് ബ്രെയിൻ ടോക്സിക് ആണ്. ചോദിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളത് വിളിച്ചത് കൊണ്ടുപോയി മറുപടി. താങ്ക് യു. സോറി. താങ്ക് യു. ഈ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.